അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന് കളമശ്ശേരിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ പ്രസ്ഥാനങ്ങളുടെ കരുത്ത് വിളിച്ചോതി 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന് കളമശ്ശേരിയിൽ തുടക്കമായി. സംസ്ഥാന സഹകരണ വകുപ്പും സഹകരണ യൂണിയനും ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികൾ, നവകേരള നിർമ്മിതിയിലും സംരംഭകത്വം, തൊഴിൽ, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലും സഹകരണ മേഖലയുടെ പങ്ക് തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് സഹകരണ വാരാഘോഷം നടക്കുന്നത്. കളമശ്ശേരി ആഷീസ് കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മന്ത്രി വി.എൻ. വാസവൻ അധ്യക്ഷത വഹിച്ചു. വ്യവസായ മന്ത്രി പി. രാജീവ് സ്വാഗതം പറഞ്ഞു. എല്ലാ മേഖലയിലുള്ള സഹകാരികളും ഒത്തുചേരുന്ന ഒരു പരിപാടിയാണ്. കേരളത്തിൻ്റെ സഹകരണ മേഖല വളരെ വൈവിധ്യമാർന്ന ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ യശസ് രാജ്യാതിർത്തി കടന്നും ഉയർന്നിരിക്കുന്ന ഒരു ഘട്ടവുമാണ്. അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് വളരാൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പെട്ടെന്നുണ്ടായോ എന്നല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ സഹകരണ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ദേശീയ പ്രസ്ഥാന കാലത്ത് ഉദയം ചെയ്തതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ നല്ല അർപ്പണബോധത്തോടെ നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ചൊരു മേഖലയായിരുന്നു സഹകരണ മേഖല. എന്നാൽ നവോത്ഥാന നായകർക്കും കേരളത്തിൻ്റെ സഹകരണ മേഖലയിൽ പങ്കുണ്ട് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലും ദേശീയ തലത്തിലും ചിലപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പ്രശസ്തമായ സഹകരണ സ്ഥാപനമാണല്ലോ ഊരാളുങ്കൽ സൊസൈറ്റി. ആ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തൊഴിലാളികളുടെ ഒരു സഹകരണ സ്ഥാപനമെന്ന നിലക്ക് രൂപം കൊള്ളാനിടയായത് വാഗ്ബടാനന്ദൻ നേതൃത്വം കൊടുത്തതിൻ്റെ ഫലമായിട്ടായിരുന്നു.